ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഗസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. കാരണം ഇപ്പോൾ ചലച്ചിത്ര മേളകൾ, ഇപ്പോൾ ചലച്ചിത്ര രംഗത്തെ പല പല കാര്യങ്ങളുമൊക്കെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ആകുന്ന സമയത്ത് ഒരു ചലച്ചിത്ര ഉത്സവം കൂടി നമ്മുടെ കോഴിക്കോട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കുകയാണ്. നമുക്കൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് മാധ്യമ പ്രവർത്തകനും ഒപ്പം സംവിധായകനും ഒക്കെയായ NK രാംദാസാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിലേക്ക്. NK രാംദാസ്, നമസ്കാരം, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? നന്നായിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒരു സിനിമയുടെ കാലമാണ്. കോഴിക്കോട് ശരിക്കും എനിക്ക് തോന്നുന്നത് RIFFK, അതായത് വേറൊരു, അതായത് തിരുവനന്തപുരത്തെ RIFFKയുടെ ഒരു എന്താ പറയുക, ഒരു ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അതേ രീതിയിൽ തന്നെ ഏതാണ്ട് സംഘാടകർ അത് ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും സിനിമയെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അത്രയും ആളുകൾ സിനിമയാണല്ലോ കാണുന്നത്. അതുകൊണ്ട് ഉറപ്പായും ഇപ്പോൾ പ്രത്യേകിച്ച് സന്തോഷം ഇത്തവണ ഇരട്ടിയായിരിക്കും. കാരണം ദേശീയ പുരസ്കാരത്തിനൊക്കെ പിന്നാലെ നെഗൽ കോഴിക്കോടും പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദിയിൽ കൂടി ഇരിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്ന ആ ഒരു മൊമെന്റ് എന്താണ്? യഥാർത്ഥത്തിൽ അതിലൊരു തീരുമാനമായിട്ടില്ലെന്ന് തോന്നുന്നു സേതുലക്ഷ്മി. അതായത് അത് പ്രദർശിപ്പിക്കാൻ കഴിയാതെ ഇതൊരു, കാരണം നമ്മളൊരു സിസ്റ്റം അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക. ഒന്ന് ചലച്ചിത്ര അക്കാദമി നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണിത്. അപ്പോൾ അതിന് നേരത്തെ തന്നെ ഇട്ട ഒരു ഷെഡ്യൂളുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂൾ തെറ്റിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഈ സാങ്കേതികമായ ചില കുരുക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ നെഗൽ ദ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിഷയത്തിൻ്റെ, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതൊരു ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെയൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടൻറ്റാണത്. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ, നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ പോരാട്ടങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. സ്വാഭാവികമായിട്ടും ഈ വിത്തിൻ്റെ ഒരു അവകാശമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നം ഉയർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനൊരു ആഗോളതലത്തിൽ തന്നെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഞാൻ ആ ഒരു ഡോക്യുമെന്ററിയിലെ. തീർച്ചയായും NK രാംദാസ്, ഞാൻ അതിലേക്ക് തന്നെ വരികയായിരുന്നു. ഇപ്പോൾ അങ്ങയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പതിറ്റാണ്ടുകളോളം മാധ്യമ രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ സിനിമാ മേഖലയിലേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ചെറുവേൽ രാമനെ പോലെ ഇത്രയും വലിയൊരു വ്യക്തിയുടെ ആ ഒരു ജീവിതത്തിലേക്ക് അത് തന്നെ ഒരു തീമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അപ്പോൾ ഞാൻ വയനാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ളതാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ താഴെ ഈ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കുടിയേറിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വളരെ ചെറുപ്പകാലത്ത് തന്നെ എനിക്കറിയാം, ഒരു കൃഷിക്കാരാണ് നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ. അപ്പം നമ്മൾ ആ കാലത്ത് വയനാട്ടിൽ എൻ്റെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 5-6 അല്ലെങ്കിൽ വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഈ വിത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമായിരുന്നു. അപ്പോൾ അത് പോയിരുന്നത് ഈ പരമ്പരാഗതമായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന കർഷകരുണ്ട്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കർഷകരുണ്ടായിരുന്നു. കുറുമ എന്നൊക്കെ പറയുന്നൊരു വിഭാഗത്തിലുള്ള കർഷകരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോത്ര ജീവിതം നയിക്കുന്ന ചെട്ടിമാരായിട്ടുള്ള ചില ആളുകളുണ്ടായിരുന്നു. അവരുടെ വീടുകളിൽ നിന്നാണ് ഈ വിത്തുകൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. ഒരിക്കലും അതൊരു വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അത് ശരിക്കും ഒരു കൈമാറ്റമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞുകാലത്ത്. പിന്നീട് എൻ്റെ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേക്കും നമ്മൾ ഹരിത വിപ്ലവമൊക്കെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തുടങ്ങി. വിത്തിൻ്റെ വിതരണമൊക്കെ കൃഷിഭവൻ വഴിയാവുകയാണ്. കൃഷിഭവനിൽ നിന്നാണ് പിന്നെ വിത്ത് കിട്ടുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വിത്ത് കൃഷിഭവനും ഉപേക്ഷിച്ചിട്ട് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഉൽപ്പന്നം മാത്രമായിട്ട് വിത്ത് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലത്താണ് വിത്തിൻ്റെയൊക്കെ പൂർണ്ണമായ അവകാശം കർഷകനില്ലെന്നും അത് ഒരു പ്രാദേശികമായ ജനസമൂഹത്തിൻ്റെ ഒന്നും അല്ലെന്നും ഇത് കോർപ്പറേറ്റുകളുടെ കൈവശമുള്ള അവർക്ക് പാറ്റൻ്റ് ഉള്ള ചില കാര്യങ്ങളാണെന്നൊക്കെ വരുന്നത്. അപ്പോൾ അത് ശരിക്കും സത്യത്തിൽ ഒരു റിയലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ. അത് നമുക്കറിയാം, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബിലെയും ഹരിയാനയിലെയും ഒക്കെ കർഷകർ ദരിദ്രരായി മാറുന്നുണ്ട് പിന്നീടൊരു ഘട്ടത്തിൽ. അല്ലെങ്കിൽ അവരുടെ പാടങ്ങൾ തരിശായി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് വയനാട്ടിൽ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. അപ്പം സ്വാഭാവികമായിട്ടും ഞാനിതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തനം തിരഞ്ഞെടുക്കുകയും അപ്പം പലപ്പോഴും രാമേട്ടൻ്റെ ഈ പറയുന്ന ഈ നെല്ല് വിത്തുകൾ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ എഫേർട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. അപ്പം നിരന്തരമായി അദ്ദേഹത്തെ ഒരു വാർത്ത ചെയ്യാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇതിൽ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുന്നത്. കാരണം അന്താരാഷ്ട്ര ഏജൻസികളുടെ ലബോറട്ടറികളിൽ, പരീക്ഷണശാലകളിൽ മാത്രം ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ വിത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത്.
കാരണം ഒരു വിത്തിന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു നെല്ലുണ്ടായി വരണമെങ്കിൽ ഏതാണ്ട് ഒരു 6 മാസമൊക്കെയാണ് അതിൻ്റെ സമയം എന്ന്. ആ 6 മാസവും പിന്നെ അധികരിച്ച് അത്രയും കൂടി സമയം, ആ കൂടി ഒരു വിത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 12 മാസമൊക്കെയാണ് ഉണ്ടാവുക പരമാവധി. അപ്പോൾ ഈ 12 മാസം കഴിഞ്ഞാൽ വീണ്ടും അതിനെ നമ്മൾ നവീകരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ആ വിത്ത് ഇല്ലാണ്ടായിപ്പോകും. കാരണം ആ വിത്തെന്ന് പറയുന്നത് അതിൻ്റെ ധാന്യത്തിൻ്റെ ഉള്ളിലുള്ള ജീവനാണ്. നമ്മളൊക്കെ ഉള്ളിൽ ജീവൻ നിൽക്കുന്ന പോലെ തന്നെ ഈ ഓരോ ചെടിയുടെയും ഈ പറയുന്ന ധാന്യത്തിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അങ്ങനെ ആ നെല്ലിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ ദൗത്യം ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരാളെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2018 ഇങ്ങനെ ഒരു ശ്രമത്തിന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാനും ആ കാലത്ത് പല ആളുകളുണ്ട്, പല മാധ്യമപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, ചാനലുകളിലെ ക്യാമറാമാൻമാരായിരുന്നു പലപ്പോഴും. ഇപ്പം പിന്നെ ആ കാലത്ത് അമൃതയിലും പിന്നീട് മാതൃഭൂമിയിലൊക്കെ വന്നിട്ടുള്ള ചാനലിലൊക്കെ വന്നിട്ടുള്ള മനോജ് പുതുപ്പാടി, അതുപോലെ തന്നെ എൻ്റെ കൂടെ വയനാട്ടിൽ ജോലി ചെയ്യുന്ന റംഷാജ്, അങ്ങനെയുള്ള കുറേ മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ ഒരു സാധനം. അത് മാത്രമല്ല ഈ യഥാർത്ഥത്തിൽ ഒരു വിത്തിൻ്റെ ഒരു വിത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വിത്തിന് തീരുമാനിക്കുമ്പോൾ ഇപ്പം ഭക്ഷണവും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സന്ദേശമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെ സഹായിക്കാനും ചിലർ വരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമാണെങ്കിൽ കൗതുകത്തോടു കൂടി കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ കുന്നമംഗലത്തുള്ള സലീം മുതുവമ്മൽ എന്ന് പറയുന്നൊരു കക്ഷി, അദ്ദേഹം ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ കൃഷിയൊന്നും യാതൊരു ബന്ധമില്ല. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കുകയും അതിനോട് നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ആദ്യം അതിനുവേണ്ടി ചില സാമ്പത്തികമായ സഹായമൊക്കെ നൽകാൻ അദ്ദേഹം വരുന്നുണ്ട്. പിന്നീട് പല സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമായും ജനാധിപത്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു രാജ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പരിമിതമായ തോതിലെങ്കിലും നമ്മളിപ്പോൾ ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ആ ഒരു നിലയിലാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം ത്തിൻ്റെ താല്പര്യങ്ങൾ തന്നെ, അതായത് വിത്തുകളെ കോർപ്പറേറ്റൈസ് ചെയ്യുക അവരുടെ കൈകളിലാണ് ഇപ്പോൾ. ഇപ്പോൾ മൊൺസാൻ്റെ പോലുള്ള വലിയ കമ്പനികളാണ് ഇപ്പോൾ മുത്തിൻ്റെ ഉടമകൾ. അപ്പോൾ അവരുടെ കൈവശം വിത്താണ്, അതിനുള്ള നിയമനിർമ്മാണം നടത്തി കൊടുക്കുന്നതൊക്കെ നമ്മളെ ഭരണകൂടങ്ങളാണ്. ഭരണകൂടത്തിൻ്റെ സ്വഭാവം തന്നെ അതാണ്, ആഗോളവൽക്കരിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെയുള്ള പ്രതിരോധങ്ങളെയും നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം എന്താ പറയുക അതിന് ഉൾക്കൊള്ളേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണ് രാമേട്ടൻ്റെ പത്മശ്രീ എന്ന് പറയുന്ന പുരസ്കാരത്തിന് കൂടുതൽ തിളക്കം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു പരാമർശം, അതായത് ജൂറിയുടെ പ്രത്യേക പരാമർശം പോലും ആ രൂപത്തിലാണ് കാണുന്നത്. നമ്മൾ പ്രതിരോധങ്ങളെയും എതിർപ്പുകളെയും ഈ പറഞ്ഞ പരാമർശിക്കപ്പെട്ട പലരെയും ഒക്കെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും അങ്ങിപ്പോൾ പറയുമ്പോൾ എനിക്കിങ്ങനെ ആ സംഭവങ്ങളൊക്കെ എനിക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഈ നെക്കലിലേക്ക് വരുന്നതിന് മുമ്പ് കുഞ്ഞിലെ മുതൽ കണ്ടുവരുന്ന ഒരു വ്യക്തി, അയാൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവം, അതൊക്കെ വെച്ചുകൊണ്ട് നെക്കൽ വരുന്നു. ആ നെക്കലിന് ദേശീയ പുരസ്കാരത്തിൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ വരുന്നു. അപ്പോൾ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? ആ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു നിമിഷം അതെങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷമായിരുന്നു സേതുലക്ഷ്മി. അത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എനിക്കറിയാം, അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടറായിട്ട് ശരിക്കും പത്രസുഹൃത്തുക്കളാണ് എൻ്റെ അടുത്ത് വിവരം എൻ്റെ അടുത്ത് വിളിച്ചു പറയുന്നത്. അപ്പോൾ രതീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടില്ല ആളാണ്, നിങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള രതീഷ് ജോലി ചെയ്തിട്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ എൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അഭിമാനം തോന്നിയത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളുടെ മാധ്യമ ലോകത്തുള്ള ഒരു ഫ്രട്ടേണിറ്റീനെയൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പലപ്പോഴും എനിക്കിപ്പോൾ തോന്നുന്നു പുതിയ കാലത്ത് അങ്ങനെ ഒരു ഇൻറ്റിമസിയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലൊരു ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം എനിക്ക് ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളൊരു കൊച്ചു കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ നെഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗൽ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം അത് വയനാട്ടിലെ ഒരു ഗോത്ര വിഭാഗമായ കുറിച്യർക്കിടയിലുള്ള ഒരു ടേമാണ്. നെഗൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു വിദൂരമായ രൂപത്തിൽ വേണമെങ്കിൽ ഒരു നിഴൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാരമ്പര്യങ്ങളെ അതിനെ കോർത്തിണക്കുന്ന ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ നെഗൽ. അതായത് നമ്മൾ അവർ രാമേട്ടൻ പറയുന്നത് വിത്ത് പാകമായി എന്ന് നിങ്ങളോട് നെഗൽ വന്ന് പറയും. അതായത് മുളപ്പിക്കാറായി എന്ന് പറയുന്ന, അപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ആ കണ്ടിന്യൂറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പുരസ്കാരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പരാമർശം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയൊരു കാര്യം തന്നെങ്കിൽ പത്മശ്രീ കിട്ടുന്നതിന് മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആക്ടിവിറ്റിക്ക് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ അപ്പോൾ അതിന് ഒരിക്കൽ പോലും ഞാൻ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം പോലും ഈ പേര് ഞാൻ
പിന്നെ അതിൽ ചേർത്തില്ല. അപ്പം പത്മശ്രീ കിട്ടിയ ഒരാളുടെ ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു കർഷകൻ്റെ, ഒരു പരമ്പരാഗത കർഷകൻ്റെ, ഒരു വയനാട് പോലുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തെ ഒരു കർഷകൻ്റെ ജീവിതം, അയാൾ എങ്ങനെയാണ് ഒരു ഈ സിസ്റ്റത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നതും കൂടിയാണ് ഉള്ളത്. അത് അംഗീകരിക്കേണ്ടി വരുന്നുണ്ട് നമ്മളെ ഭരണകൂടത്തിൻ്റെ. ആ ഒരു സാധ്യത കൂടിയാണ് ഈ ഒരു പുരസ്കാരത്തിലൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സേതുലക്ഷ്മി. തീർച്ചയായും. ശ്രീ എം കെ രാമദാസ്, ഇപ്പോൾ നെഗൽ ഉൾപ്പെടെ ഇത്തവണ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളത്തിന് ഒത്തിരി തിളക്കങ്ങളുണ്ടായി. ഇപ്പോൾ ഉർവശി മേമനാണെങ്കിലും ഒക്കെ നല്ല അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു. പക്ഷെ അപ്പോഴും ഇതിനിടയിലും വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരള സ്റ്റോറി അടക്കമുള്ള ഈ കേരള സ്റ്റോറിക്കൊക്കെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നതിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നത്, ഞാൻ കലയിൽ ഏതെങ്കിലും ഒരു എഡിറ്റർഷിപ്പ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് കല എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തോടുകൂടി ഉന്നയിക്കാൻ, ആവിഷ്കരിക്കാൻ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയ്ക്ക് തന്നെ ഈ സിനിമയൊക്കെ വരികയും ഇതിൻ്റെ റിയാലിറ്റി നമ്മുടെ സമൂഹം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിലത് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ പറയണം എന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ എപ്പോഴും നിന്നിട്ടുള്ളത്. കാരണം നമ്മളുടെ സമൂഹം എന്താണ്, സമൂഹത്തിൻ്റെ നമ്മൾ ഈ ഒരു സത്യത്തിൽ നമ്മളുടെ ഒരു മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു ഹിപ്പോക്രസി സൂക്ഷിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഇപ്പം പിന്നെ നമ്മൾ അട്ടപ്പാടിയിൽ ശിശുമരണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപമാനമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അപമാനിക്കപ്പെടുന്നവരില്ലല്ലോ സത്യം. ഇതിൻ്റെ ഒരു റിയാലിറ്റി ഉണ്ട് ഇതിൽ സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമയെ നമ്മൾ സ്പർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് കാണട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആളുകൾ കാണട്ടെ. പിന്നെ പുരസ്കാരം എന്ന് പറയുന്നത് സേതുലക്ഷ്മി അറിയാം, ഇതൊരു എന്താണ് ഭരണകൂടങ്ങളെ സേവിക്കുന്നവർക്കുള്ള ഉപകാരം തന്നെയാണ്. അതിനൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ചിലയിടങ്ങളിലൊക്കെ ചില പ്രതിരോധങ്ങളെയും എതിർപ്പുകളെയൊക്കെ അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാമേട്ടൻ്റെ പത്മശ്രീയും വെളിവാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യമാണ്. ആർട്ടിലെങ്കിലും നമുക്ക് ഈ സ്വാതന്ത്ര്യം ഇല്ലേ പിന്നെ നമ്മൾ എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക? തീർച്ചയായും. സമീപകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ്. പലയിടങ്ങളിലൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പലയിടങ്ങളിലും അദൃശ്യമായെങ്കിലും ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ശ്രീ എം കെ രാമദാസ്, ഒത്തിരി സന്തോഷം നമുക്കൊപ്പം ചേർന്നതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം അങ്ങോട്ട് സംസാരിച്ചിരിക്കാനും വിശേഷങ്ങൾ കേൾക്കാനും ആ നെഗല് വന്ന വഴിയൊക്കെ എനിക്ക് അതേപോലെ തന്നെ ഇമാജിൻ ചെയ്യാനൊക്കെ സാധിച്ചു. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രേക്ഷകർക്കും അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നെഗല് പോലെ ഒരുപാട് സൃഷ്ടികൾ ഇനിയും ഉണ്ടാകട്ടെ. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാകട്ടെ. നന്ദി. ഓക്കെ.